പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇതുവരെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. കടുത്ത നീക്കത്തിലേക്ക് ചെന്നിത്തല കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നേരത്തെ രാജ്യസന്നദ്ധത അറിയിക്കാൻ ചെന്നിത്തല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അപമാനിതനായി എന്നുള്ള വികാരം അദ്ദേഹത്തിനുണ്ട്. ചെന്നിത്തലയ്ക്കൊപ്പമുള്ള വാർഡ് തലം മുതൽ നിയമസഭ വരെയുള്ള ജനപ്രതിനിധികൾ രാജി സമർപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. നാളെ പരസ്യമായി ഗ്രൂപ്പ് യോഗം ചേരും. രാഹുൽ ഗാന്ധിയെ തീരുമാനം അറിയിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ച ദീപാദാസ് മുൻഷിയെ കാണാൻ ചെന്നിത്തല കൂട്ടാക്കിയില്ല എന്നുള്ള അതിനിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് ബസ്സാണ്, സംശയമില്ല. അത് അദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല. ഹൈക്കമാൻഡ് ആ ബസ് വേഗത്തിൽ അങ്ങ് വിട്ടുപോയി. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലും അനുനയിക്കാനില്ല എന്ന് തന്നെയാണോ? ഇന്നലെ ഗുരുവായൂരിൽ സംസാരിച്ചപ്പോൾ സതീശന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ചെന്നിത്തല. അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് ചെന്നിത്തല ക്യാമ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 2021 തനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അപമാനിതനായി തന്നെ മാറ്റിയതിന് സമാനമായ തരത്തിൽ വീണ്ടും അതേ നീക്കം തന്നെയാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് രമേശ് ചെന്നിത്തലയോട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചെന്നിത്തല അനുകൂലികളുടെ വാദം. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി അടിയന്തരമായി ഒരു ഓൺലൈൻ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് രമേശ് ചെന്നിത്തലയോട് അപമാനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അപമാനിതരായി ഒരു പദവിയും ഏറ്റെടുക്കേണ്ടതില്ലെന്നൊരു നിലപാടിലേക്ക് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ എത്തിയത്. അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും രാഹുൽ ഗാന്ധിയും ആ തീരുമാനം അറിയിക്കാനുള്ള ഒരു നീക്കം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനിടെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഒരു പ്രതികരണവും തിരിച്ചുണ്ടായില്ല. ദീപാദാസ് മുൻഷി അദ്ദേഹത്തെ വസതിയിലെത്തി അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എത്തിയാലും മുഖം കൊടുക്കേണ്ടതില്ല, ആ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകില്ല ദീപാദാസ് മുൻഷിയുമായിട്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പരസ്യമായ ഒരു ഗ്രൂപ്പ് യോഗം വിളിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കരുണാകരന്റെ കാലത്തേതിന് സമാനമായ തരത്തിൽ പരസ്യമായി ഗ്രൂപ്പ് യോഗം വിളിച്ച് ഒപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെ വാർഡ് തലം മുതലുള്ളവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് രാജി സമർപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ അതിനോട് പാർട്ടി നേതൃത്വം ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്.